ഉം. BBA പഠിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഒരുപാട് ഫയലുകൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുക. അതെ, അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫുകൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തു കൊടുക്കുക. അതുമല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും പോയി ഇരുന്ന് ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക. മിക്കവാറും അതൊക്കെ തന്നെയല്ലേ? ശരിയാണ്. എങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണം നിങ്ങളുടെ ആ ധാരണകളെ പൂർണ്ണമായും മാറ്റാൻ പോകുകയാണ്. തീർച്ചയായും. ഈ വിശദമായ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം. ഇതൊരു സാധാരണ പഠന സഹായി അല്ല. അല്ല. മറിച്ച് BBA വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ, അതായത് BBA 5FS 115, പിന്നെ BBA 7FS 117 എന്നീ കോഴ്സ് കോഡുകളുടെ ഒരു സമഗ്രമായ വിശകലനമാണ് നമ്മളിന്ന് നടത്തുന്നത്. അതായത് 120 മണിക്കൂർ നീളുന്ന ഈ പ്രക്രിയ എങ്ങനെ വിജയകരമായി പൂർത്തിയാക്കാം, ലോഗ്ബുക്ക് മുതൽ ഫൈനൽ റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ തയ്യാറാക്കാം, ഇതിന്റെ മാർക്ക് വിതരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. BBA വിദ്യാർത്ഥികൾ നിർബന്ധമായും 2 ഇന്റേൺഷിപ്പുകൾ ചെയ്തിരിക്കണം. ഇതയ്ക്ക് ഓരോന്നിനും 4 ക്രെഡിറ്റുകൾ വീതമാണുള്ളത്. നിങ്ങൾ ഇതിനായി കൃത്യം 120 മണിക്കൂർ ചിലവഴിച്ചിരിക്കണം എന്നാണ് നിഷ്കർഷിക്കുന്നത്. 5ാം സെമസ്റ്റർ തുടങ്ങുന്നതിന് മുൻപുള്ള വേനലവധിക്കാലത്തും അതുപോലെ 7ാം സെമസ്റ്ററിന് മുൻപുള്ള വേനലവധിക്കാലത്തുമാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. സാധാരണയായി ഒരു ബിസിനസ് വിദ്യാർത്ഥി എപ്പോഴും വലിയ കോർപ്പറേറ്റ് കമ്പനികളോ മൾട്ടിനാഷണൽ ബാങ്കുകളോ ഒക്കെയാണല്ലോ ഇന്റേൺഷിപ്പിനായി ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈ ഗൈഡ് ലൈൻസ് പറയുന്നത് നിങ്ങൾക്ക് പ്രാദേശിക വ്യവസായങ്ങൾ, കൃഷി, ആരോഗ്യ മേഖലകൾ, എന്തിന് നമ്മുടെ സ്വന്തം പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരെ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ ഈ പ്രക്രിയയുടെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് കൗൺസിലിന്റെ മുൻകൂർ അനുമതി ലഭിച്ചിരിക്കണം. അതിനുശേഷം ഇന്റേൺഷിപ്പ് കാലയളവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ലോഗ് ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ദിവസത്തെയും വിവരങ്ങൾ, അന്ന് നിങ്ങൾ ചെയ്ത ജോലികൾ, അതിനായി ചെലവഴിച്ച സമയം എന്നിവ കൃത്യമായി തീയതി സഹിതം ഇതിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന ഓരോ കാര്യവും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥാപനത്തിലെ നിങ്ങളുടെ സൂപ്പർവൈസർ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഒപ്പിട്ടിരിക്കണമെന്ന് ഗൈഡ് ലൈൻസ് കർശനമായി പറയുന്നുണ്ട്. ഇനി നമുക്കെല്ലാവർക്കും ഏറ്റവും ആകാംക്ഷയുള്ള അല്ലെങ്കിൽ അല്പം ടെൻഷൻ നൽകുന്ന ആ വിഷയത്തിലേക്ക് വരാം. മൂല്യനിർണ്ണയം അഥവാ മാർക്ക്. 100 മാർക്കിന്റെ ഈ പ്രക്രിയ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നത് വളരെ രസകരമാണ് കേട്ടോ. ഓരോ ചെറിയ കാര്യത്തിനും അവർ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ മൂല്യനിർണ്ണയം പൂർണ്ണമായും ഇന്റേണൽ ആയിട്ടാണ് നടക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് 40%, അതായത് 40 മാർക്കാണ്. ഇത് ഇന്ററിം പ്രസന്റേഷനും റിപ്പോർട്ടുകൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ അതിലും പ്രധാനപ്പെട്ടതാണ് അടുത്ത 15 മാർക്ക് എന്നെനിക്ക് തോന്നുന്നു. അത് നൽകുന്നത് ജോലിസ്ഥലത്ത് നിങ്ങൾ നേരിട്ട വെല്ലുവിളികളും അതിനായി നിങ്ങൾ കണ്ടെത്തിയ പരിഹാരങ്ങൾക്കുമാണ്. ബാക്കി വരുന്നതിൽ 5 മാർക്ക് നിങ്ങളുടെ ആശയവിനിമയ ശേഷിക്കും അവസാനത്തെ 5 മാർക്ക് നിങ്ങളുടെ പ്രസന്റേഷനിൽ വിഷ്വൽ എയ്ഡുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നതിലുമാണ്. അടുത്തത് 35%, അതായത് 35 മാർക്ക് നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ വൈവയ്ക്കാണ്. അപ്പോൾ ഇന്ററിം പ്രസന്റേഷന്റെ 40ഉം വൈവയുടെ 35ഉം ചേർത്ത് 75 മാർക്കായി. ഇനി ബാക്കി 25 മാർക്ക് കൂടിയുണ്ട്. അതിൽ 15 മാർക്ക് നൽകുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ച നിങ്ങളുടെ ലോഗ്ബുക്കിനും നിങ്ങൾ സമർപ്പിക്കുന്ന ഫൈനൽ റിപ്പോർട്ടിനുമാണ്. ബാക്കിയുള്ള അവസാനത്തെ 10 മാർക്ക് വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നിങ്ങൾ എവിടെയാണോ ഇന്റേൺഷിപ്പ് ചെയ്തത് ആ സ്ഥാപനം നൽകുന്ന വിലയിരുത്തലിനാണ് ആ 10 മാർക്ക്. ഈ 100 മാർക്ക് വെറുമൊരു പരീക്ഷാഫലമല്ല, മറിച്ച് നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തിന്റെ, ഒരു പ്രൊഫഷണൽ എന്ന നിലയിലുള്ള നിങ്ങളുടെ വളർച്ചയുടെ കൃത്യമായ രേഖപ്പെടുത്തലാണ്. ഈ മാർക്കുകളുടെ വിഭജനം നമ്മെ പഠിപ്പിക്കുന്നത് കോർപ്പറേറ്റ് ലോകത്ത് ഒരു കഴിവ് മാത്രം പോരാ എന്നാണ്. നിങ്ങളുടെ നിരീക്ഷണ പാടവം, പ്രശ്നപരിഹാരശേഷി, സമയം പാലിക്കൽ, ആശയവിനിമയം എന്നിവയെല്ലാം ഒരുപോലെ പ്രധാനമാണ്. ഇനി നമുക്ക് ഗൈഡ് ലൈൻസിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഭാഗത്തേക്ക് കടക്കാം: ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം. പല വിദ്യാർത്ഥികൾക്കും ഉള്ളൊരു വലിയ തെറ്റിദ്ധാരണ എന്താണെന്നാലേ, റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേജുകളുള്ള ഭാരമുള്ള വലിയൊരു പുസ്തകം പോലെ ഇരിക്കണമെന്നാണ്.
പേജുകൾ കൂടുന്തോറും മാർക്ക് കൂടും എന്നൊരു അലിഖിത നിയമം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങൾ ആ ധാരണയെ പൂർണ്ണമായും തിരുത്തുന്നു. അതെ, ഇവിടെയാണ് പലർക്കും അമളി പറ്റുന്നത്. റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് വളരെ കർശനമായി ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, റിപ്പോർട്ട് നിർബന്ധമായും ടൈപ്പ് ചെയ്തതായിരിക്കണം, ഡബിൾ സ്പേസ് ചെയ്തിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കൃത്യമായ APA ഫോർമാറ്റിലായിരിക്കണമെന്നതാണ്. ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ആയിരിക്കണം, അതിന്റെ വലിപ്പം 12 ആയിരിക്കണം. പേജിന്റെ മാർജിൻ 1 മുതൽ 1.25 ഇഞ്ച് വരെ ആയിരിക്കണം. ഈ റിപ്പോർട്ട് പരമാവധി 10 മുതൽ 15 പേജുകൾ മാത്രമേ ആകാൻ പാടുള്ളൂ. റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ഒരു ടൈറ്റിൽ പേജ് വേണം. അതിനുശേഷം അക്നോളജ്മെന്റ്, എക്സിക്യൂട്ടീവ് സമ്മറി, പിന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്നിവ നിർബന്ധമാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് പ്രധാനപ്പെട്ട 6 അധ്യായങ്ങൾ അഥവാ ചാപ്റ്ററുകൾ വരുന്നത്. ഇതിൽ ചാപ്റ്റർ 1ഉം 2ഉം ഇൻഡസ്ട്രിയുടെയും കമ്പനിയുടെയും ലഘുവായ വിവരണമാണ്. ചാപ്റ്റർ 3ൽ ഓർഗനൈസേഷണൽ അനാലിസിസ് ആണ് വരേണ്ടത്, അതായത് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തന ഘടന എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ ഇതിലേറ്റവും സുപ്രധാനമായ ഭാഗം വരുന്നത് 4ാമത്തെ അധ്യായത്തിലാണ്, ഇന്റേണിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ. ഈ 4ാമത്തെ അധ്യായമാണ് ശരിക്കും നിങ്ങളുടെ റിപ്പോർട്ടിന്റെ ജീവൻ. ഇവിടെയാണ് നിങ്ങൾ ഒരു ഇന്റേൺ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്തു എന്ന് ലോകത്തോട് പറയുന്നത്. നിങ്ങൾ അവിടെ നിരീക്ഷിച്ച ബിസിനസ് പ്രക്രിയകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ വിവരിക്കണം. ഇതൊരു പേഴ്സണൽ നറേറ്റീവ് ആയിരിക്കണം. നിങ്ങൾ നടത്തിയ പുതിയ കണ്ടെത്തലുകൾ, നേരിട്ട പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുമായി ഇടപഴകിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഏറ്റവും പ്രധാനമായി ഈ കാലയളവിൽ നിങ്ങൾ പുതുതായി പഠിച്ച സ്കില്ലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടത് ഈ ചാപ്റ്ററിലാണ്. ഇനി 5ാമത്തെ അധ്യായം എന്താണെന്ന് നോക്കാം. സ്ഥാപനത്തിനായുള്ള ഭാവി നിർദ്ദേശങ്ങൾ, ഫ്യൂച്ചർ റെക്കമെൻഡേഷൻസ്. നിങ്ങൾ കുറച്ചുകാലം അവിടെ ജോലി ചെയ്തപ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനോ സാധിക്കുമെന്ന് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ നിർദ്ദേശിക്കാം. ഇതൊരു പക്ഷേ പുതിയൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചാകാം. അതിനുശേഷം വരുന്നത് 6ാമത്തെ അധ്യായമാണ്. ഒരു അക്കാദമിക് പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ആഴത്തിലുള്ള ചിന്തയാവശ്യപ്പെടുന്ന ഭാഗമാണിത്. ക്ലാസ് റൂമിലെ പഠനവും നേരിട്ടുള്ള അനുഭവവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഗ്യാപ്സ് ഇൻ ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് അപ്പൻഡിക്സുകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലോഗ് ബുക്ക് വിവരങ്ങളോ ചിത്രങ്ങളോ മറ്റ് അനുബന്ധ രേഖകളോ ഒക്കെ ഇവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത്. യഥാർത്ഥ ജോലിസ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന ആ വലിയ ഗ്യാപ്പ് നിങ്ങളുടെ കഴിവില്ലായ്മയാകില്ല, മറിച്ച് നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച പഴയ സിദ്ധാന്തങ്ങൾക്കും ഇന്നത്തെ അതിവേഗം മാറുന്ന ബിസിനസ് ലോകം നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്കും ഇടയിലുള്ള പൊരുത്തക്കേടുകളായിരിക്കില്ലേ? ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഭാവി കരിയറിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് യാത്രയിൽ വലിയൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും പുതിയ അറിവുകളുമായി അടുത്ത അന്വേഷണത്തിൽ കാണാം.